വെൽക്കം ബാക്ക് ടു ക്രിസ് കാനഡ. അപ്പൊ ഗൈസ് ഞങ്ങൾ എന്തായിരുന്നു പരിപാടി എന്നറിയോ? രാവിലെ മുതൽ കുക്കിംഗ് ആയിരുന്നു. വൻ കുക്കിംഗ്. 9 മണിക്ക് തുടങ്ങിയിട്ട് 2:30 ആയപ്പോഴാണ് കുക്കിംഗ് കഴിഞ്ഞത്. ഇന്നലെ നമ്മള് ഇന്നലെ കട്ട് ചെയ്ത് ഇന്നലത്തെ പരിപാടി അറിയാം. ഇന്നലെ ഞങ്ങള് 2:45 2:30 തുടങ്ങിയതാ. ഞാന് ലീ ബെസ്റ്റോ മിൻസോ ഞങ്ങള് 4 പേരും കൂടെ വാൾമാർട്ട്, കോസ്കോ, കനേഡിയൻ ടയർ, ഡോളറാമ കേറാത്ത എല്ലാ കടകളിലും കയറി ഞങ്ങളെല്ലാം സ്റ്റോർ ചെയ്ത് വീട്ടിൽ വന്നൊക്കെ പ്രിപ്പ് ചെയ്ത് വെച്ചു. പിന്നെ രാവിലെ ഞാൻ അന്നേരം വീട്ടിൽ എത്തിയപ്പോഴത്തേക്ക് ഞാൻ ഉറങ്ങി കുറച്ചു നേരം. അപ്പത്തേനും ഇവരൊക്കെ കൂടി എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് പിന്നെ ഇന്ന് രാവിലെ 9 മണിയായപ്പോ സ്റ്റാർട്ട് ചെയ്തു. ബെസ്റ്റോ ഉണ്ടായിരുന്നു, ലിബിൻ ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ചെമ്പനും തുമ്പനും ഉണ്ടായിരുന്നു. ആസ് ഓൾവേസ് 2:30 ആയപ്പോ നമ്മുടെ കുക്കിംഗ് കഴിഞ്ഞ. അതിന്റെ ഇടയിൽ സർപ്രൈസ് ആയിട്ട് നമ്മുടെ ജയ്സാപ്പിയും രായപ്പനും അലിയനും പെങ്ങളും ജിലുബേബി ഒരുപാട് മാറിപ്പോയിട്ട് അവൻ സെറ്റാണ്. ഞങ്ങളിത് ഇപ്പൊ പോവാണ് നമ്മുടെ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക്. ഇതൊക്കെയാണ് നമ്മുടെ കോസ്റ്റ്യൂം. ഇന്നത്തെ ഇങ്ങനത്തെ ഒരു തീമാണ്. ഒരു മഴയുണ്ട്. അപ്പൊ നമ്മളിപ്പോ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാരും വഴിയെ എത്തും. 3 മണി 4 മണിയാണ് നമ്മൾ ടൈം പറഞ്ഞേക്കണേ. അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം, ബാക്കി പരിപാടികൾ കാണാം. ഇവരിവിടെ പൊരിഞ്ഞ പണിയാണ് ഗൈസ്. ചിക്കൻ ചിക്കൻ ഇടുന്നു. ഓൾറെഡി ചിക്കൻ ഇട്ടു. ചിക്കൻ ബിരിയാണി. ഇവിടെ അതിലേറെ തിരക്ക്. ആരാ അത്? മാമന്റെ പൊന്നാണോ? അവന്റെ പൊന്നാണോ? ഞങ്ങളുടെ ടീംസ്, ഞങ്ങളുടെ ജയ്സാപ്പി ടീംസ് എത്തിയിട്ടുണ്ട്. അളിയ, വെൽക്കം ടു സഡ്ബറി. എങ്ങനെയുണ്ട് യാത്രയൊക്കെ? അടിപൊളിയായിരുന്നോ? ഹായ്, സൂപ്പറായിട്ടുണ്ട്. ചേച്ചി എന്നാണ്ട് വിശേഷം? സുഖമാണോ? ഞങ്ങളുടെ നാടൊക്കെ ഇഷ്ടമായോ? ഞങ്ങൾ വരും, പെട്ടെന്ന് വരും. ആണോ? നല്ല രസമുണ്ടല്ലോ. Here comes sun. ഇതെന്താ സാധനം? ഇതെന്താ ഓ ഇതാലേ. എനിക്ക് മറ്റേ ബഹിരാകാശത്തെ ആ ഒരു രസമുണ്ടല്ലേ. ക്ഷണിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇച്ചിരി താത്തറ ഓൾ സെറ്റാണ്. ഇവിടെ വിളിച്ച ആൾക്കാർ. ഇവിടെ ലൈറ്റ് ഇല്ല ചേട്ടൻ, നിങ്ങളൊക്കെ ഇരുണ്ടിരിക്കുന്നു. എല്ലാരും എത്തി. നിന്നെ കണ്ടു, നിന്നെ എടുത്ത് കാണിക്കണോ? ആരാണിത്? വേണോ വേണ്ടോന്ന്? നമ്മുടെ ക്യാമറാമാനോനാ, ഇന്നോസ് ക്യാമറാമാനോന് ഞങ്ങളെല്ലാവരെയും പോസ്റ്റ് ആക്കിക്കൊണ്ട് മസിലും പിടിച്ചതാ വരുന്നു. എന്നാ വേഗം കയറിക്കോ. പാട്ടൊന്നുമില്ല.
ചെറിയ പൈസ വന്നതാണ്. More diapers. Okay? Who will change more diapers? എന്റെ ജയിച്ച ആലോചിച്ച് മറുപടി വേണം. According to me, it is me. Okay, moving on. Who will spoil the baby most? Who wants more kids? Who is more likely to put on baby's diapers backwards? ഞാൻ തെറ്റൂല. Okay, who will take more photos of the baby? One second. Okay, who will take more photos of the baby? Who suspected the pregnancy first? Who will be more patient? Who will teach the baby to dance? Who told the family about the baby first? Who will cook more food for the baby? ബേബി എന്ന് പറഞ്ഞ ബേബിക്ക് ഞാനായിരിക്കും Okay, who will ask the doctors more questions? Who will panic the most about the baby? Who will say no the most? Last question or who is more excited about reading children's books with the baby? Okay, first question. Which is the first sense a baby acquires after birth? Sense of touch, sense of smell, sense of taste, Other limit, first limit. This is the first sense a baby acquires after birth. എത്ര questions ഉണ്ട്? 5. ലിൻഡി ചേച്ചിക്ക് അത്രക്ക് പറയാൻ പറ്റില്ല. അവര് പറഞ്ഞാൽ മതി. രാജ ചേച്ചി ഓക്കെ. ആ പറഞ്ഞോ.
How many bones does a newborn baby have? ചേച്ചി How many bones? അല്ല രാജ ചേച്ചി അനുമുഖ്യ രാജ ചേച്ചി Actually, എനിക്ക് correct answer കിട്ടി. You are right. How can you say baby in Japanese? എനിക്കറിയാട്ടോ ഗൂഗിൾ ഒരു ക്ലൂ കൊടുക്ക ഒരു മലയാളി അമ്മൂമ്മയുടെ പേര് പക്ഷെ പുള്ളി ഫോണിൽ നോക്കിയായിരുന്നു ആ പോരട്ടെ ഓരോന്ന് വൽക്കരിച്ചോ ആയിച്ചീയുണ്ട് Okay, at what age the baby doubles this on her birth weight? At what age?
ഇത് ഇച്ചാനുള്ള ഗിഫ്റ്റാ. ഇന്നലെ പറഞ്ഞല്ലോ അപ്പി ഓരുന്ന മൊത്തം ഇച്ചാനാന്ന്. ഇന്നലെ വലിയ ഡയലോഗ് അടിച്ചല്ലോ. ഇത് മറ്റേ ഡയപ്പറിന്റെ നന്നായി നന്നായി. ഇതിനകത്ത് ഇനി ഇച്ചാൻ എന്നും അതെ. അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ കളറായിരുന്നു അല്ലേ ചായ? ഞങ്ങളുടെ പരിപാടിക്ക് വന്ന ഞങ്ങളുടെ പേരിലും ഞങ്ങളുടെ ബേബീന്റെ പേരിലും എല്ലാവരോടും നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. ഇതിന്റെ അർത്ഥം പറഞ്ഞത് ഇതെന്താ പന്നി ചാടി പോകുന്ന മനുഷ്യന്റെ ഉള്ളിൽ കൂടി. ഇതെനിക്ക് ആഴ്ചയിൽ 2 എണ്ണം. അങ്ങനെ ഞങ്ങളുടെ ജയ്സാപ്പിന്റെ ആയപ്പനും കുടുംബവും ഒക്കെ പോവാണ്. ജിലു അന്നേരത്തേക്ക് സെറ്റായി എല്ലാരോടും. അതെ. ഓഹോ, എന്റെ കൂടെ വന്നേ ഇല്ല ജിലു. കച്ചറയായിരുന്നു. അവരിത് ഇറങ്ങാൻ നോക്കുവാണ്. ചേച്ചി നന്ദിയുണ്ട്. അതെ ഇവരോട് പിന്നെ നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല, എന്നാലും ഒരു ഫോർമാലിറ്റിക്ക്. അതെ പുച്ചൊക്കെ. ജിലു പോവാണോ? ടാറ്റാ ടാറ്റാ. ബൈ ഗൈസ്. അളിയ ബൈ. തരൂലെന്ന് എനിക്കറിയാം. താങ്ക്സ് ഫോർ കമ്മിങ് ഗൈസ്. ബൈ ബൈ. ജിൽ ബേബി ടാറ്റാ ടാറ്റാ. ഇവിടെ ടാറ്റാ 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 ടാറ്റാ. ഇവിടെ ഫ്രൈങ് കിസ്സാടാ. ടാറ്റാ. ബൈ ബൈ. ജയ്സാബി ഓക്കടാ മുത്തേ, വിളിക്കാട്ടോ. അളിയ ബൈ ബൈ ബൈ. അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. നമ്മളിതാ ഇവിടെയാണ് എല്ലാം സെറ്റ് ചെയ്തത്, നമ്മുടെ വീട്ടിലാണ്. അപ്പൊ മരണപ്പണിയും ഇവരെല്ലായിരുന്നു ബിഹൈൻഡ് സീൻ ഉണ്ടായിരുന്നത്. വേറെ ആൾക്കാരൊക്കെ ഉണ്ട്, അവരൊക്കെ പണിയിലൊക്കെയാണ്. അപ്പൊ ഞങ്ങൾ ഇവിടുത്തെ ക്ലീനിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫുഡ് ബാക്കി ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ച് എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ട്, ഉറക്കമുണ്ട്. അപ്പൊ ഇത്രയൊക്കെയുള്ള ഒരു വീഡിയോ നമ്മുടെ ബേബി ഷവർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. വീഡിയോ ഇഷ്ടപ്പെട്ടു. എല്ലാവരോടും പ്രത്യേകം താങ്ക്സ് പറയുന്നു. ഇത് സെറ്റ് ചെയ്ത എല്ലാവർക്കും, പിന്നെ അതുപോലെ നമ്മുടെ ടൊർണോയിൽ വന്ന ജയ്സാപ്പിക്കും നമ്മുടെ ഇവിടെയുള്ള ഫ്രണ്ട്സിനും എല്ലാവരും താങ്ക്സ് പറയുന്നു. അടിപൊളിയായിരുന്നു. അപ്പൊ എന്താണ്, അപ്പൊ അത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും. അപ്പൊ സൈനിങ് ഓഫ്, ഇറ്റ്സ് മീ ബോണി. ബൈ.